അലർജി ഉള്ളവരാണോ? ഞാൻ പറയാൻ പോകുന്ന ഈ എക്സസൈസുകൾ നിർബന്ധമായിട്ട് ചെയ്ത് നോക്കൂ, നല്ല മാറ്റം ഉണ്ടാവും. കാരണം നമ്മളിവിടെ പറയാൻ പോകുന്നത് ബ്രീത്തിങ് എക്സസൈസിനെ കുറിച്ചാണ്. അലർജിയുടെ ഭാഗമായിട്ട് തുമ്മലും മുക്കൊലിപ്പ് മാത്രമല്ല, അലർജി ആസ്മയുള്ള ആളുകൾക്കും സ്കിൻ അലർജിയുള്ള ആളുകൾക്കും വളരെ എഫക്റ്റീവ് ആണ്. ഇങ്ങനെ ചെയ്യുന്നത് വഴി തന്നെ നമ്മുടെ ലങ്സിന്റെ കപ്പാസിറ്റി കൂടുകയാണ്, നമ്മുടെ ശരീരത്തിൽ എത്തുന്ന ഓക്സിജന്റെ കണ്ടന്റ് കൂടുന്നു, ബ്ലഡ് സർക്കുലേഷൻ വഴി തന്നെ കൂടുതൽ ഓക്സിജൻ എത്തുന്ന വഴി തന്നെ സ്കിൻ അലർജി പോലും നല്ല രീതിയിൽ കുറയുന്നുണ്ട്. ആദ്യത്തെ എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ റൈറ്റ് മൂക്കാണ് അടയ്ക്കുന്നതെങ്കിൽ റൈറ്റ് മൂക്ക് ക്ലോസ് ചെയ്തിട്ട് ലെഫ്റ്റിലൂടെ ശ്വാസം എടുക്കുക, എന്നിട്ട് റൈറ്റിലൂടെ തന്നെ ശ്വാസം വിടേണ്ടതാണ്. രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പേഴ്സ് ലിപ് ബ്രീത്തിങ് എന്ന് പറയും. നമ്മൾ ശ്വാസം നന്നായിട്ട് എടുക്കുക, എന്നിട്ട് വായിലൂടെ തന്നെ ശ്വാസം വിടുക. വായ നമുക്ക് ചെറിയൊരു പേഴ്സ് പോലെ ആക്കിയിട്ട് ശ്വാസം വിടേണ്ടതാണ്. അടുത്തതായിട്ട് ബോക്സ് ബ്രീത്തിങ് ആണ്. 1 2 3 4 എന്ന് പറഞ്ഞിട്ട് ശ്വാസം നമ്മൾ ഉള്ളോട്ട് എടുക്കുക, 1 2 3 4 എന്ന് പറഞ്ഞിട്ട് ശ്വാസം ഹോൾഡ് ചെയ്യുക, 1 2 3 4 എന്ന് പറഞ്ഞിട്ട് തന്നെ ശ്വാസം നമ്മൾ പുറത്തേക്ക് വിടേണ്ടതാണ്. അടുത്തതായിട്ട് ഹമ്മിങ് ബി ആണ്. നമ്മൾ ശ്വാസം നന്നായിട്ട് ഉള്ളോട്ട് എടുക്കുക, ചെറിയൊരു സൗണ്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ പുറത്തേക്ക് വിടുക. എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റം അതുപോലെ തന്നെ നെർവ് സിസ്റ്റം ഒക്കെ നന്നായിട്ട് കാം ആവുന്നുണ്ട്. അതോടൊപ്പം തന്നെ അലർജിയുടെ ബുദ്ധിമുട്ടുകൾ നല്ല രീതിയിൽ കുറയുന്നതാണ്. അടുത്തതായിട്ട് കണ്ണടച്ചിട്ട് നന്നായിട്ട് ശ്വാസം ഉള്ളോട്ട് എടുക്കുക. നമ്മളെ ലങ്സ് എക്സ്പാൻഡ് ചെയ്യുന്ന രീതിയിൽ ശ്വാസം ഉള്ളോട്ട് എടുത്തിട്ട് കുറച്ച് നേരം ഹോൾഡ് ചെയ്തിട്ട് പതുക്കെ മാത്രം റിലീസ് ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾ രണ്ട് കൈ നമ്മളെ ചെസ്റ്റിന്റെ രണ്ട് സൈഡ് വെച്ചിട്ട് നന്നായിട്ട് ശ്വാസം ഉള്ളോട്ട് എടുക്കുക. നമ്മളെ ഇന്റർകോസ്റ്റൽ മസിൽസ് നന്നായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ശ്വാസം നന്നായിട്ട് പുറത്തേക്ക് വിടേണ്ടതാണ്. എക്സസൈസ് ഒക്കെ ചെയ്യുന്ന വഴി തന്നെ നിങ്ങൾക്ക് അലർജിക്ക് നല്ല മാറ്റം ഉണ്ടാവും. അലർജിയുടെ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആളുകൾ ഈ ഓരോ എക്സസൈസും രാവിലെയും രാത്രിയും ഒരു 10 തവണ വെച്ച് നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യുക. അലർജിയോടൊപ്പം തന്നെ ഇത്തരം എക്സസൈസ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്.